നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീര സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ഹെൽത്തിയാണ്. ഡയറ്റൊക്കെ ചെയ്യണവർക്കും അതുപോലെ HB ഒക്കെ കുറവുള്ളവർക്ക് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. ഈസി ആയിട്ട് 5-10 മിനിറ്റിനകം നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം. എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അത് നമ്മൾ ചീര പറിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ചുവന്ന ചീരയാണ്. ഞാൻ കുറച്ച് ചുവന്ന ചീരയും കുറച്ച് പച്ച ചീരയും രണ്ടും കൂടി മിക്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചീരയാണ്. പച്ച ചീര കുറച്ചേ ഉള്ളൂ, ചുവന്ന ചീര കുറച്ചധികം ഉണ്ട്. ശരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതാകുമ്പോൾ നല്ല ഹെൽത്തി ആണല്ലോ, നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. പുറത്തുനിന്നും വാങ്ങിക്കണതിൻ്റെ റിസ്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചീര പറിച്ചെടുക്കുക. അരിയണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകി വെച്ചാൽ മതി. നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചീര ഇട്ട് കൊടുക്കുകയാണ്. തണ്ടും എല്ലാം കൂടി ചേർത്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ചീര വേവും. അറിയാലോ, ചീരയ്ക്കും മുരിങ്ങയ്ക്കും ഒന്നും അധികം വേവില്ല. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. 2 മിനിറ്റ് കൊണ്ട് തന്നെ ചീര വേവും. അപ്പോൾ ഓഫ് ചെയ്യുക, എന്നിട്ട് ചൂടാറാൻ വയ്ക്കുക. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ദാ ചീര വെന്ത് കഴിഞ്ഞു, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം, സൂപ്പ് ഉണ്ടാക്കാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കുക. പാത്രം ചൂടാകുമ്പോൾ നമ്മൾ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കാം, പക്ഷേ സൂപ്പാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഇതൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 വലിയ വെളുത്തുള്ളി അല്ലി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് മൂത്തിട്ട് വരണം. അതിൻ്റെ ആ സ്മെല്ലെല്ലാം ഈ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങണം. അതൊന്ന് കളറ് മാറി വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കാരണം നമ്മൾ ചീര അരച്ചത് ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതി. അതിലേക്കാണ് നമ്മൾ പിന്നെ ഉപ്പ്, കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ചീര വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ അതിലേക്കും കൂടിയുള്ള ഉപ്പ് ഇപ്പോൾ ഇടണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റും ക്യാബേജും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ്, ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടും കൂടി 1 ടേബിൾ സ്പൂണാണ്. അത് നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉള്ളത് കൊണ്ട് മാത്രം ഇട്ടതാണ്. ഒരു നിർബന്ധമില്ല അത് ഇടണം എന്ന്. ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ആ സൂപ്പിൽ കടിക്കാൻ എന്തെങ്കിലും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ക്യാബേജും ഇട്ടതാണ്. പയറോ ബീൻസോ ഒക്കെ ഉള്ളവർക്ക് ഇടാം, വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ ഇടാം. എന്നിട്ട് അരച്ച് വെച്ച ചീര ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരുപാട് ലൂസായിട്ട് ആക്കാതിരിക്കുകയാണ് നല്ലത്. എന്നിട്ട് അതൊന്ന് തിളച്ച് വരണം. നമ്മൾ ക്യാരറ്റും ക്യാബേജും ഒന്ന് വേവണമല്ലോ. ഇനി ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സൂപ്പ് ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്ന്. സൂപ്പ് തിക്കായിട്ടില്ലെങ്കിലും കുടിക്കാമല്ലോ. പക്ഷേ അതിൻ്റെ ഒരു മെത്തേഡ് അതായത് കാരണം ഞാൻ കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറുകിയിട്ട് വരും. നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യണം എന്നുള്ളത്, വെറുതെ അങ്ങ് കുടിച്ചാലും മതി. അപ്പോൾ ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് സൂപ്പ് റെഡിയായി. കുറച്ചും കൂടി പച്ചക്കറികളൊക്കെ ഇടാവുന്നതാണ്. നമ്മളെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികൾ, ഇപ്പോൾ ഒരു പയർ, ഒരു വെണ്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഉള്ളവർക്ക് ഒരു ഉപ്പേരിക്ക് തികയൂല എന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. വെണ്ട, അതുപോലെ കുറച്ചും കൂടി ക്യാരറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടാം. എന്തെങ്കിലുമൊക്കെ കടിക്കാനിങ്ങനെ കിട്ടുമ്പോൾ സൂപ്പ് ഒരു ടേസ്റ്റാണ്. മാത്രമല്ല ഏത് സൂപ്പും നമ്മൾ ചൂടോടെയാണ് കഴിക്കേണ്ടത്, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതും അങ്ങനെ തന്നെ ചൂടോടെ കഴിക്കാൻ നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ഹെൽത്തിയാണിത്. കുറച്ചുകൂടി പച്ചക്കറികൾ ഇടുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് മീലായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു.